ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വലിയ നന്മമരം പടർന്ന് പന്തലിച്ച് പച്ചപ്പും ഹരിതാഭയും ഒക്കെയായി എല്ലാവർക്കും തണലൊക്കെ കൊടുത്തു നിന്നിരുന്ന ഒരു വലിയ മരം അത് മറഞ്ഞങ്ങ് വീണു. കഴിഞ്ഞ ഒരാഴ്ച സോഷ്യൽ മീഡിയയിൽ സംഭവിച്ച ഒരു വലിയ സംഭവമാണത്. എന്തുകൊണ്ട് വീണു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പുറമേ കാണുന്ന പച്ചപ്പും ഹരിതാഭയും ഉറപ്പൊക്കെ അതിനുണ്ടായിരുന്നുള്ളൂ. ആ മരത്തിന്റെ ഉള്ളു വെറും പോടായിരുന്നു എന്നുള്ളതാണ് സത്യം എന്ന് ഇപ്പൊ തോന്നുന്നു. എന്തായാലും എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഉദയഗിരിജ എന്ന് പറഞ്ഞ വ്യക്തിയെയും അവരുടെ സ്ഥാപനത്തെയും അതിനെ ചുറ്റിപ്പറ്റിയുണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ആണ് പറയുന്നത്. മുൻപ് ഞാൻ 1-2 വീഡിയോ ചെയ്തിരുന്നു. അതിനിടയിൽ എനിക്ക് ഒരുപാട് മോശം കമന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ എനിക്ക് വരണ്ടായി. നിങ്ങൾ എന്തിനാണ് ഈ മാതിരി പണിക്ക് നിൽക്കുന്നത്, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന നേരം നിങ്ങൾക്ക് തൊഴിലുറപ്പിന് വെക്കൂടെ, ഇങ്ങനെ കുറേ കമന്റുകൾ വന്നു. അത് 2 തരത്തിലാവാം. ഒന്ന്, നമ്മളൊരു നന്മ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുന്നൊരു സ്ഥാപനത്തെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ ചെയ്യുന്നവരെ നിങ്ങൾ എന്തിനാണ് നിരുത്സാഹപ്പെടുത്തുന്നത് എന്നുള്ള നല്ലൊരു ചിന്ത കൊണ്ടായിരിക്കാം അങ്ങനത്തെ കമന്റുകൾ വരുന്നത്. രണ്ടാമതെന്ന് പറയുന്നത്, ഇവർ വളരെ സ്വാധീനമുള്ള വ്യക്തിയായിരിക്കാം. ഇവർ PR ഏജൻസിനെ വെച്ചിട്ട് ധാരാളം നെഗറ്റീവ് കമന്റുകൾ അല്ലെങ്കിൽ എതിർത്തുകൊണ്ടുള്ള കമന്റുകൾ എല്ലാ വീഡിയോസിന്റെ ഇടയിലും വാരി വതറുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഇടയിലും വന്നിട്ട് ചെറുതായിട്ടൊന്ന് വാരി വതറിയതാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ 2 കാരണം കൊണ്ടായിരിക്കാം നെഗറ്റീവ് കമന്റ് വന്നതെന്ന് വിചാരിക്കുന്നു. എന്തായാലും പറഞ്ഞു വന്നത്, ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടെ കണ്ട, ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ഉദയഗിരിജ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അവർ നടത്തിയിരുന്ന അനാഥാലയത്തിലെ ഒരു പെൺകുട്ടിയെ അവർ സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ആരും ചെയ്യുന്ന കാര്യമല്ല അല്ലെ. അവരെന്ന് പറഞ്ഞാൽ വലിയൊരു വ്യക്തിയാണ്, അവർക്ക് വലിയ സ്ഥാപനമുണ്ട്, വലിയ പദവിയുണ്ട്, വലിയ പൊസിഷൻ ഉണ്ട്, സമൂഹത്തിൽ നല്ല പേരുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ അനാഥാലയത്തിലുള്ള കുട്ടിയെ വിവാഹം കഴിപ്പിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് പോലും അവർ നടത്തുന്ന അനാഥാലയത്തിലെ ഒരു പെൺകുട്ടിയെ അവർ സ്വന്തം മകനെ കൊണ്ട്, ഗൾഫിൽ നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അതോടുകൂടെ സോഷ്യൽ മീഡിയ അവർ ഒരുപാട് പുകഴ്ത്തി. അവർ ചെയ്ത നന്മയാണ്. ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തു. ആ പെൺകുട്ടിയുടെ അമ്മ നേരത്തെ മരിച്ചു പോയതാണ്, അച്ഛൻ ആ കുട്ടിയെ വേണ്ടാന്ന് എഴുതി കൊടുത്തതാണ്. അങ്ങനെയാണ് ആ കുട്ടി അനാഥാലയത്തിൽ ജീവിച്ചത്. അപ്പൊ ആ കുട്ടിക്ക് 18 വയസ്സ് കഴിയുമ്പോൾ ആ അനാഥാലയത്തിലെ നിയമപ്രകാരം അവിടെ തുടരാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല, നിയമം ഉണ്ടായിരുന്നില്ല, റൂൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പെൺകുട്ടി അവിടുന്ന് പോവേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ മോനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത വലിയൊരു നന്മ. അല്ലാതെ വർഷങ്ങളായിട്ട് നന്മകൾ ചെയ്യുന്നുണ്ട്. അവർ അനാഥാലയം ഒരുപാട് വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് ഒരുപാട് നന്മ ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ അവർ ഈ ചെയ്ത പ്രത്യേക പ്രവൃത്തി കൊണ്ട് അവർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ ഇപ്പൊ വിഷയം എന്താന്ന് വെച്ചാല്, അവരുടെ മകന്റെ ഭാര്യ വിവാഹം കഴിഞ്ഞ് 7ാമത്തെ മാസം പ്രസവിച്ചു. ഈ പെൺകുട്ടി കൃത്യം 18 വയസ്സ് കഴിഞ്ഞ് 1-2 ദിവസം ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു ഇവരുടെ മകൻ വിവാഹം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് 7 മാസം കഴിയുമ്പോൾ ഈ പെൺകുട്ടി പ്രസവിച്ചു എന്ന് പറയുമ്പോൾ, പെൺകുട്ടി വിവാഹത്തിന് മുൻപേ ഗർഭിണിയായിരുന്നു. എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ 18 വയസ്സിന് മുൻപേ ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് വിഷയം. അത് ഒരു ശരിയായ രീതിയല്ല, നിയമപരമായിട്ട് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. മാത്രമല്ല, ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാപനത്തിൽ നടന്നൊരു ക്രൈമാണ് ഇത് എന്നുള്ളതിൽ സോഷ്യൽ മീഡിയ വളരെയധികം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇവർ പറയുന്ന വെർഷൻ എന്താന്ന് വെച്ചാൽ, ഈ കുട്ടി മാസം തികയാതെയാണ് 7 മാസത്തിൽ പ്രസവിച്ചത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വ്യക്തമായി കിടക്കുന്നുണ്ട്. കാരണം അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിലൂടെ ആ കുട്ടിയുടെ പ്രസവത്തിന്റെ ദിവസം അവർ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ കുട്ടി പ്രസവിക്കുന്നത്, കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, കുട്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടെന്ന് പറയുന്നത്, നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ 7ാം മാസത്തിൽ പ്രസവിച്ച ഒരു ബേബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് പ്രായപൂർത്തി ആവാതെ പ്രസവിച്ച കുട്ടി. അപ്പൊ അതൊരു അത്ര നോർമൽ ആയിരിക്കില്ല. ആ കുട്ടി ഒരുപാട് കെയർ വേണ്ടതായിരിക്കും. അപ്പോൾ ആ കുട്ടീനെ എല്ലാവരുടെയും കൈകളിൽ ഇങ്ങനെ കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ ഇത് സാധാരണ പോലെ നഴ്സ് വരുന്നു, കുട്ടി 2.5 കിലോ 2.800 എന്തോ തൂക്കണ്ടെന്ന് പറയുന്നു, ബന്ധുക്കളെയൊക്കെ ഏൽപ്പിക്കുന്നു, അവരൊക്കെ മാറി മാറി എടുക്കുന്നു, താലോലിക്കുന്നു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആവുന്നു, വീട്ടിലേക്ക് പോരുന്നു, വീട്ടിലുള്ള എല്ലാ ബന്ധുജനങ്ങളും ഈ കുട്ടിയെ താലോലിക്കുന്നു. അപ്പൊ തന്നെ ആൾക്ക് ഡൗട്ട് അടിച്ചു, ഇങ്ങനെ മാസം തികയാതെ പ്രസവിച്ച ഒരു കുട്ടീനെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വിഷയം വന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയ സംസാരിക്കേണ്ടായി. അപ്പൊ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പറഞ്ഞു, അല്ല, ആ കുട്ടി കറക്റ്റ് മാസം തികയാതെ തന്നെയാണ് പ്രസവിച്ചത്, ആ കുട്ടി ഇങ്ങനെയാണ് പ്രസവിച്ചത്, അങ്ങനെയാണ് പ്രസവിച്ചത്, ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ അവർ കൊടുത്തു. പക്ഷേ സോഷ്യൽ മീഡിയ അങ്ങനെ വെറുതെ വിടുന്നതല്ലല്ലോ. എന്തായാലും ഇത് അന്വേഷണം വന്നു. അങ്ങനെ അന്വേഷണം വന്ന് ഇവരുടെ പേരിൽ കേസെടുത്തു. ഈ കുട്ടി മാസം തികഞ്ഞു തന്നെയാണ് പ്രസവിച്ചത്. എന്ന് വെച്ചാൽ ഈ കുട്ടി പ്രായപൂർത്തിയാവുന്നതിന് മുൻപേ മോശമായി ഉപയോഗിക്കപ്പെട്ടിട്ട് ഉണ്ടായ ഗർഭം ആണിത്. ഇപ്പം എന്ത് പറഞ്ഞാലും ആ കുട്ടിയെ വിവാഹം കഴിച്ചത് അയാൾ തന്നെയാണെന്ന് പറഞ്ഞാലും അതൊരു ശരിയായ രീതിയല്ല. അപ്പോൾ ഈ പെൺകുട്ടിയെ 18 വയസ്സിൽ വിവാഹം കഴിപ്പിച്ചു, അന്ന് ഇവരുടെ മകൻ തന്നെ വിവാഹം കഴിച്ചു എന്നുള്ളതൊക്കെ വളരെ നല്ല വാർത്തയായിരുന്നു വെച്ചാലും ഇതോടുകൂടെ സോഷ്യൽ മീഡിയ ആകെ തിരിഞ്ഞു. 18 വയസ്സുള്ള പെൺകുട്ടിയെ എന്തായാലും വിവാഹമല്ല
പഠിക്കണമെന്നല്ല ആ കുട്ടിയുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. 18 വയസ്സായ പെൺകുട്ടിയെ അവർ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിലൊരു കാര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ചർച്ചകൾ അതിൽ നടന്നു. ശരിയാണ്, ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. 18 വയസ്സുള്ള പെൺകുട്ടിക്ക് ആവശ്യം വിവാഹമല്ല, ആ കുട്ടിക്ക് കൃത്യമായ വിദ്യാഭ്യാസം നൽകുക, ആ കുട്ടിക്ക് നല്ല ഭാവി ഉണ്ടാക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മയായിട്ടുള്ള കാര്യം. അല്ല വിവാഹം കഴിപ്പിച്ചു എന്നുള്ള അത്ര വലിയ നന്മ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും വലിയ വലിയ ചർച്ചകൾ നടന്നു. അവർ പറഞ്ഞ കുറേ തെറ്റുകൾ, അവരിങ്ങനെയാണ് പ്രസവിച്ചത്, ആ കുട്ടി ബാത്റൂമിൽ തെന്നി വീണപ്പോൾ പ്രശ്നം ഉണ്ടായി, അപ്പോഴാണ് പ്രസവിച്ചത്, കുട്ടിക്ക് വെയിറ്റ് കുറവായിരുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് സിസേറിയൻ ചെയ്ത്, അല്ലെങ്കിൽ അവർ ബീച്ചിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണു, അപ്പോഴാണ് പെയിൻ വന്നത്, അപ്പോഴാണ് പ്രസവിച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ തമ്മിൽ ഇന്റർവ്യൂവിൽ തന്നെ മാറ്റി മാറ്റി പറയുന്ന അവസ്ഥ ഉണ്ടായി. അപ്പം തന്നെ ആൾക്ക് സ്വാഭാവികമായിട്ടും സംശയം വരും അല്ലേ, ഇത് തെറ്റാണെന്നുള്ള കാര്യം വന്നു. എന്തായാലും ഇത് ആകെ പ്രശ്നമായി, അവസാനം ഇത് കേസായി. ഇതിപ്പോൾ എല്ലാവരും പറയും. ഞാനും ഇതിനെക്കുറിച്ച് 2 ദിവസം വീഡിയോ ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടി വിവാഹം കഴിച്ചു, കുട്ടിയായി, നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അത് കുത്തി പൊക്കി അവരുടെ ലൈഫിൽ ഒരു മോശം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പെൺകുട്ടി 18 വയസ്സാവാനായ സമയത്താണ് ഗർഭിണിയാവുന്നത്, പിന്നീട് വിവാഹം കഴിക്കുന്നതും. പക്ഷെ ആ പെൺകുട്ടി 14, 15, 16, 17 വയസ്സുള്ള സമയത്തായിരുന്നു ഗർഭിണിയായിരുന്നു വെച്ചാൽ അവർക്ക് നിയമപരമായിട്ട് കല്യാണം കഴിക്കാൻ ഒരു റൂളും ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അത് അബോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ കുട്ടി പ്രസവിച്ച് പ്രായപൂർത്തിയാവാത്ത ആ കുട്ടി പ്രസവിച്ച് ആ കുട്ടിയെ അനാഥയാക്കിയിട്ട് വളർത്തുകയോ ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യത. അപ്പോൾ ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണെന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്താന്ന് വെച്ചാൽ, ആ അനാഥാലയത്തിൽ ഇതുപോലത്തെ വേറെ സംഭവങ്ങൾ നടക്കാൻ സാധ്യത ഉണ്ട്. അവിടെ വേറെയും കുട്ടികളുണ്ട്. ഇതിലിപ്പോ എന്ന് പറഞ്ഞാൽ ഇവരുടെ മകൻ തന്നെയാണ് പ്രതി. സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറിച്ച് അറിയുന്നവർ പലരും പറയുന്ന എന്താന്ന് വെച്ചാൽ, ഈ മകൻ വളരെ മദ്യപിക്കുന്ന ആളായിരുന്നു, മദ്യപിച്ച് എപ്പോഴും ഈ പെൺകുട്ടിയോട് മോശമായിട്ട് ഉപയോഗിക്കുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തി കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നു. വളരെ മോശം അഭിപ്രായമാണ് ഇവരെ കുറിച്ച് പറയുന്നത്. ആ സ്ഥാപനത്തിൽ തന്നെ ഇവരെ മകൻ താമസിക്കുന്നുണ്ട്, മകളെ ഭർത്താവ് താമസിക്കുന്നുണ്ട്, ഇപ്പൊ ഇവര് വിവാഹം കഴിച്ച ആളും താമസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ അവിടെ താമസിക്കുന്ന ബാക്കിയുള്ള കുട്ടികൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? അല്ലെങ്കിൽ ആ കുട്ടികൾ ഇതേപോലെ ഉപയോഗിക്കപ്പെട്ടൂടെ? അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വീണ്ടും പറയണം തോന്നിയത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. പിന്നെ എന്താന്ന് വെച്ചാൽ, ഇവരെ കുറിച്ച് ഒരുപാട് മോശം അഭിപ്രായങ്ങൾ, ഈ ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഒരുപാട് മോശം അഭിപ്രായങ്ങളിൽ അവരുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സ്ത്രീ വെറുതെ വോയിസ് ആയിട്ടല്ല, ആ സ്ത്രീ തന്നെ രംഗത്ത് വന്ന് പറയണ്ടായി. അതെന്ന് പറഞ്ഞാല് വളരെ മോശം. നമ്മൾ എന്തൊക്കെയോ അവീത കഥകൾ, നമ്മൾ കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ച് ചിരിക്കുന്ന അവീത കഥകളാണ്. ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ശരിക്കും അമ്പിളി എന്നാണ്. അവരുടെ വിജിലന്റ് എന്ന് പറയുന്ന മരിച്ചുപോയ ഭർത്താവിന്റെ പേര് അനിൽ എന്നാണ്. ഈ അനിൽ എന്ന് പറയുന്ന ഭർത്താവിനെ ഏതോ അവർക്ക് അടുപ്പുണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തി ഈ ഭർത്താവിനെ റോട്ടിൽ വെച്ചിട്ട് കുത്തി കൊല്ലുകയായിരുന്നു. പത്തനാപുരത്ത് വെച്ചിട്ട് നടന്നൊരു കൊലപാതകത്തിലാണ് ഇവരുടെ ഭർത്താവ് മരിച്ചത്. ഇവര് ആരോപിക്കുന്ന പോലെ ഇവരുടെ സ്ഥാപനം സ്ഥാപിച്ചത് ഭർത്താവല്ല, അത് ഭർത്താവിന്റെ മരണശേഷം ഇവർ വെറുതെ സ്ഥാപിച്ചതാണ്. പിന്നെ ഇവർ സാധാരണ അന്നത്തെ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ ഈ സ്ഥാപനം തുടങ്ങിയ ശേഷം ഒരുപാട് സ്വത്ത് സമ്പാദിച്ചു. ഇതല്ലാതെ ഇവർക്ക് വേറെ ഏതോ ഒരു ബിജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ വ്യക്തി പിന്നീട് തൂങ്ങി മരിച്ചതിന് ഇവരുടെ പേരിൽ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസുണ്ട് പത്തനാപുരത്ത്. പിന്നീട് ഇവരിപ്പോൾ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച വ്യക്തിയെ കുറിച്ച് ഇല്ലാത്ത വിഷയങ്ങളൊന്നുമില്ല. അയാൾക്ക് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യ ഇയാളുടെ പേരിൽ കേസ് കൊടുത്തിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ചീഞ്ഞ കഥകൾ. ഇത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇത് നമ്മളെ ഒന്നും ബാധിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവർ ആ കെട്ടിപ്പൊക്കി വെച്ചിരുന്ന ഒരു നന്മ ഇഫക്റ്റ് ഉണ്ടല്ലോ, അത് വെറുതെ ആണെന്നും ഇതൊക്കെ വെറും ഇവരൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം മാത്രം. ഇപ്പം എല്ലാവരും പറയും, എന്തെങ്കിലും പറയുമ്പോൾ പറയും, നിങ്ങൾക്ക് അതുപോലെ ഒന്നും ആരും നോക്കാൻ പറ്റണില്ലല്ലോ, പിന്നെ നോക്കുന്നവരെ നിങ്ങൾ എന്തിനാണ് ഈ മുടക്കുന്നത് എന്ന് എല്ലാവരും പറയുന്ന ഒരു സാധാരണ ടോക്കാണ്. പക്ഷെ അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇത്രയും ഒരുപാട് ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്ത ശേഷം അപ്പുറത്ത് കുറച്ച് പേരെ നോക്കുന്നുണ്ടെന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം അവിടെ താമസിക്കുന്ന ആളുകൾ എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ട്, എന്തുമാത്രം ചൂഷണം അനുഭവിക്കുന്നുണ്ട് നമുക്കറിയില്ല. അവരെ സംരക്ഷിക്കപ്പെട്ട വേറെ നല്ല ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇവർ വെറുതെ ഇത്ര വലിയ ഇവരെ സഹായിക്കാൻ വേണ്ടി മനസ്സുള്ളവരായിട്ട് അഭിനയിച്ചിട്ട് അതിന്ന് പണം സമ്പാദിച്ച് ഒരുപാട് സ്വത്ത് സമ്പാദിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും മുൻപ് ഉണ്ടായിരുന്നില്ല, വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഇത്രയും വീടും സമ്പാദ്യവും സ്ഥലവും സ്വത്തും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കിയ പണം കൊണ്ടല്ലല്ലോ, അത് ചാരിറ്റി എന്നുള്ള പേരിൽ പലരിടത്തുനിന്നും പിരിച്ച പണം കട്ടുണ്ടാക്കിയതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. ഇപ്പൊ ഇവരുടെ അവീത കഥകളൊന്നും ഒരു വിധത്തിലും ബാധിക്കുന്നതല്ലെങ്കിലും ഇപ്പോഴും അവർ വിവാഹം കഴിച്ചു, വീണ്ടും അവർ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് വിവാഹം കഴിച്ച ആളും താമസിക്കുന്നത് ഇവർ ഈ സ്ഥാപനത്തിലാണ്. ഈ സ്ഥാപനത്തിൽ എന്ത് തരം ചൂഷണമാണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. അവിടെ ബാക്കിയുള്ള കുട്ടികൾ സുരക്ഷിതരാണോ, അവരും ഇതുപോലത്തെ അവസ്ഥകളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ആ പെൺകുട്ടി കൂടെ സമ്മതിച്ചിട്ടല്ലേ എന്ന് പറയാം. പക്ഷെ
പക്ഷെ ചെറിയ കുട്ടികളാണ്, 18 വയസ്സാവാത്ത കുട്ടികളാണ് അവിടെ ഉള്ളത്. അവർക്ക് എന്തറിയാം അതിനെക്കുറിച്ച്? അവർക്ക് ജീവിതത്തിനെ കുറിച്ച് എന്തറിയാം? അവർ ഇത്തരം ചൂഷണങ്ങളിൽ പെടുന്നുണ്ടോ എന്നൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അന്വേഷിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരുപാട് കുട്ടികൾ അവിടെ ഉള്ളതാണ്. അവർക്കൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ഒക്കെ അന്വേഷിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും ഇതോടുകൂടെ അവരുടെ സ്ഥാപനം അങ്ങ് ഇല്ലാതെയാവും, അവർ എന്തോ എല്ലാം നഷ്ടപ്പെട്ട് വേറെ രീതിയിൽ. അതൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ്. സമൂഹത്തിൽ ഒരുപാട് കാശുണ്ടെങ്കിൽ പല രംഗത്തും സ്വാധീനിക്കാൻ സാധിക്കും. ഇനി നമ്മൾ ചിലപ്പോൾ ഈ കേസ് തീരെ തേഞ്ഞു മാഞ്ഞു പോയതായിട്ട് കാണാൻ പറ്റും. പിന്നീടും ഇവർ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതും കാണാൻ പറ്റും. എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ഇതിന് മുൻപ് നടന്ന മുതുകാടിൻ്റെ കേസ് അറിയാം. ഗോപിനാഥ് മുതുകാട് ഇതേപോലത്തെ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അവർ ഈ കുട്ടികൾക്ക് ഓട്ടിസം അതുപോലെയുള്ള കുട്ടികളെയൊക്കെ പുനരധിവസിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് വന്നു. പല കുട്ടികളോടും പല രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. പക്ഷെ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ അങ്ങ് ക്ലിയർ ചെയ്ത് വളരെ നല്ല രീതിയിലേക്ക് ഇത് മാറുന്നു. ഒന്നും ഉണ്ടായില്ല. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും കേൾക്കാതെയായി. അപ്പം അങ്ങനെയാണ്, എന്ത് ആരോപണം വന്നാലും കാശും പണവും ഒക്കെ ഉണ്ട് വെച്ചാൽ ഇതൊക്കെ മൂടി വെച്ച് പോവും, സത്യം കള്ളാവും, കള്ളം സത്യമാവും ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അപ്പം നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഇവരെ അനുകൂലിക്കുന്നവരൊക്കെ പറയും എന്തായാലും ആ കുട്ടിയെ വിവാഹം കഴിച്ചില്ലേ എന്ന് പറയും. പക്ഷെ അതൊരു കുട്ടിയുടെ കാര്യം മാത്രമാണ്. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ അവസ്ഥയൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല. അവരൊക്കെ ഏതവസ്ഥയിലൂടെ ജീവിച്ചു പോകുന്നവരാണെന്ന് നമുക്കറിയില്ല. ഈ പെൺകുട്ടിയുടെ കാര്യം തന്നെ, ഈ പെൺകുട്ടിക്ക് 18 വയസ്സാവാൻ പോകുന്ന ആയതുകൊണ്ടാണ് ഈ പയ്യൻ, വിഷ്ണു എന്ന് പറയുന്ന ഈ പയ്യൻ വിവാഹം കഴിച്ചത്. പക്ഷെ ആ പെൺകുട്ടിക്ക് 15 വയസ്സോ 14 വയസ്സോ ഉണ്ടായിരുന്നുള്ളൂ വെച്ചാൽ ആ കുട്ടി ഒരു അബോർഷനാണ് വിധേയമാവുക, അല്ലെങ്കിൽ ആ കുട്ടി അവീതമായിട്ട് പ്രസവിക്കുകയാണ് ചെയ്യുക. ആ പ്രസവിക്കുന്ന കുട്ടിയുടെ അവസ്ഥ എന്താവും നമുക്കറിയില്ല. അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ചിലപ്പോൾ അപകടങ്ങൾ വരെ സംഭവിക്കുക, അപകടപ്പെടുത്തുക വരെ ചെയ്യായിരുന്നു. അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.